കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 24ാമത്തെ വീഡിയോ ആണ് ഇത്. കത്തോലിക്കർ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ യേശുവിന്റെയും മറിയത്തിന്റെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും ഒക്കെ രൂപങ്ങൾ വയ്ക്കുന്നു. ഇത് ബൈബിളിന് തികച്ചും നിരക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഈ പ്രഭാഷണ പരമ്പരയിലെ 23ാമത്തെ വീഡിയോയിൽ ഇതേക്കുറിച്ചായിരുന്നു നമ്മൾ വിശദീകരിച്ചിരുന്നത്. എന്നാൽ കത്തോലിക്കർ എന്ത് ഉദ്ദേശത്തെ മുൻനിർത്തിയാണ് ഈ രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത്, അതേക്കുറിച്ച് വിശദീകരിക്കുവാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്യമിച്ചിരിക്കുന്നത്. യേശുവിൽ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. പൗലോസ് അപ്പസ്തോലൻ ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആത്മീയമായി ഒരാൾ വളരും തോറും തന്റെ ഉള്ളിലുള്ള ഈ ക്രിസ്തു സാന്നിധ്യം ഒന്നിനൊന്നിന് വ്യക്തമായി പ്രായോഗിക തലത്തിൽ തന്നെ അയാൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ സഭയിലെ എല്ലാ വിശ്വാസികളും ഒരുപോലെ ആത്മീയമായി വളർന്നിട്ടുള്ളവർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇനി കത്തോലിക്ക സഭയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശിശുസ്നാനം സ്വീകരിച്ചിട്ടുള്ള കുട്ടികളുമുണ്ട്. ഇവരുടെ ഉള്ളിലും ക്രിസ്തു വസിക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആ യേശുവിന്റെ സാന്നിധ്യം പ്രായോഗിക തലത്തിൽ വളരെ വ്യക്തമായും ശക്തമായിട്ടും എപ്പോഴും തിരിച്ചറിയുവാൻ ഇവർക്ക് പറ്റി എന്ന് വരില്ല. ഇനി ദേവാലയങ്ങളിലും അതുപോലെ ഭവനങ്ങളിലും ഇവര് വസിക്കുന്ന മുറികളിലും യേശുവിന്റെ രൂപവും ചിത്രവും ഒക്കെ വെച്ചിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ തങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം പ്രായോഗിക തലത്തിൽ കുറെ കൂടി എളുപ്പമായ രീതിയിൽ എപ്പോഴും ഇവർക്കുണ്ടായിരിക്കുവാൻ ഇത് സഹായകരമാകുന്നു. കത്തോലിക്കര് യേശുവിന്റെ രൂപം ഉപയോഗിക്കുന്നതിന് പിന്നിലുള്ള ഒരു പ്രധാന ഉദ്ദേശം ഇതാണ്. യേശുവിൽ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരാൾ വിശുദ്ധരുടെയും മാലാഖമാരുടെയും ആയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയിലേക്കാണ് കടന്നു വരുന്നത്. ഹെബ്രായ ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആൺമക്കളുടെ അടുത്തേക്കും. അതായത് യേശുവിൽ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വരുന്നവർ വിശുദ്ധരുടെയും മാലാഖമാരുടെയും ആയിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് കടന്നു വരുന്നത്. ഇതേക്കുറിച്ചുള്ള ഒരു അവബോധം വിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് കത്തോലിക്കര് യേശുവിന്റെ രൂപത്തിന് പുറമെ വിശുദ്ധരുടെയും മാലാഖമാരുടെയും രൂപങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പ്രാർത്ഥനയുടെ കാര്യത്തിലേക്ക് വരാം. ആത്മീയമായി വളർന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രാർത്ഥനയുടെ അവസരത്തില് തന്റെ ശ്രദ്ധ യേശുവിൽ തന്നെ കേന്ദ്രീകരിച്ചു നിർത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ആത്മീയ വളർച്ച കുറഞ്ഞവരെ സംബന്ധിച്ച് ഇത് കുറെ കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നു എന്നിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ളവര് പ്രാർത്ഥനാ വേളയിൽ യേശുവിന്റെ ഒരു രൂപമോ ചിത്രമോ മുൻപിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൽ തന്നെ തങ്ങളുടെ ശ്രദ്ധ ഈ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ കേന്ദ്രീകരിച്ചു നിർത്തുക എന്നുള്ളത് കൂടുതൽ എളുപ്പമുള്ള കാര്യമായിരിക്കും. ഇനി ആത്മീയമായി വളർന്നിട്ടില്ലാത്തവർക്ക് മാത്രമല്ല, ആത്മീയ വളർച്ച പ്രാപിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചും പക്വതയോടുകൂടി യേശുവിന്റെ രൂപവും ചിത്രവും ഒക്കെ ഉപയോഗിക്കുന്നത് പ്രയോജനം മാത്രമേ ചെയ്യുകയുള്ളൂ, യാതൊരു ദോഷവും ചെയ്യുകയില്ല. ഒരു രൂപത്തിനോ അല്ലെങ്കിൽ ചിത്രത്തിനോ അതിൽ തന്നെ എന്തെങ്കിലും ശക്തിയുണ്ട് എന്ന് കത്തോലിക്കർ കരുതുന്നില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ യേശുവിന്റെ ജീവൻ തുടിക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ മുറിയിൽ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു എന്ന് കരുതുക. കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ ചിത്രത്തിന്റെ നിറം മങ്ങി വ്യക്തത നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ചിത്രം എടുത്ത് കത്തിച്ചു കളഞ്ഞ ശേഷം നല്ല പുതിയൊരു ചിത്രം ആ സ്ഥാനത്ത് കൊണ്ടുപോയി വയ്ക്കുന്നതിൽ
യാതൊരു അപാകതയുമില്ല. ഇനി നമുക്ക് തിരുശേഷിപ്പുകൾ അല്ലെങ്കിൽ റെലിക്സ് അതിന്റെ കാര്യത്തിലേക്ക് വരാം. വിശുദ്ധരുടെ നിത്യോപയോഗ സാധനങ്ങൾ, അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, രക്തസാക്ഷികളെ പീഡിപ്പിക്കുവാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ, വിശുദ്ധരുടെ ശരീര അവശിഷ്ടങ്ങൾ, അവരുടെ ശവകുടീരത്തിൽ സ്പർശിച്ച വസ്തുക്കൾ, ഇവയൊക്കെയാണ് നമ്മൾ തിരുശേഷിപ്പുകൾ അല്ലെങ്കിൽ റെലിക്സ് എന്ന് വിളിക്കുന്നത്. ഈ തിരുശേഷിപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കുന്നതായി കത്തോലിക്ക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. തിരുശേഷിപ്പുകളുടെ ഉപയോഗം ബൈബിളിന് തികച്ചും നിരക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചില വചനഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് കരേറ്റപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മേലങ്കി താഴെ വീണ് അത് ഏലീഷ പ്രവാചകന് കിട്ടി. ഈ മേലങ്കി ഉപയോഗിച്ച് ഏലീഷ പ്രവാചകൻ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ ഏലീഷ പ്രവാചകൻ മരണമടഞ്ഞു. അതിനുശേഷം ഒരു ജഡം അദ്ദേഹത്തിന്റെ അസ്ഥിയിൽ സ്പർശിക്കപ്പെടുവാൻ ഇടയായി. അപ്പോൾ ആ ജഡം ജീവൻ പ്രാപിച്ച് ജീവനുള്ള മനുഷ്യനായി എഴുന്നേറ്റ് നിന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള ഈ വചനഭാഗങ്ങൾ നിങ്ങൾ കാണുക. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്നു നിന്നു. അവൻ അത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറി. അവൻ കടന്നുപോയി. ഒരുവനെ സംസ്കരിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. ഇനി യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് നിരവധി പേര് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലും മറ്റും സ്പർശിച്ചതിന്റെ ഫലമായി സുഖം പ്രാപിച്ചു എന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ഇവിടെ യേശുവിന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചതിന്റെ ഫലമായി അത്ഭുത രോഗശാന്തി കിട്ടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഇനി നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് വരാം. പത്രോസ് നടന്നുപോയപ്പോൾ പത്രോസിന്റെ നിഴൽ പതിച്ചതിന്റെ ഫലമായി രോഗികൾ സുഖപ്പെട്ടു. അതുപോലെ പൗലോസിന്റെ ശരീര സ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അടുത്തു കൊണ്ടുവന്നപ്പോൾ രോഗികൾ സുഖം പ്രാപിക്കുന്നതായും നമ്മൾ കാണുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വചനഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീരസ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ വചനഭാഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായിട്ടുണ്ടായിരിക്കണം. അതായത് തിരുശേഷിപ്പുകളുടെ ഉപയോഗം ബൈബിളിന് തികച്ചും നിരക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വചനത്തിന് എതിരായിട്ടുള്ള ഒന്നല്ല. തിരുശേഷിപ്പിന് എന്തെങ്കിലും മാന്ത്രിക ശക്തി ഉള്ളതുകൊണ്ടല്ല അത് അടുത്തു കൊണ്ടുവരുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കുന്നത്. തിരുശേഷിപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ആ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട വിശുദ്ധനിൽ അല്ലെങ്കിൽ വിശുദ്ധയിൽ നമ്മൾ ആശ്രയം അർപ്പിക്കുന്നു. ഈ വിശുദ്ധന്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ മാധ്യസ്ഥ ശക്തി കൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഈ വിശുദ്ധനിൽ പ്രവർത്തിക്കുന്നതാകട്ടെ ദൈവിക ശക്തിയും. ഇനി കത്തോലിക്കര് വിശുദ്ധരുടെയും യേശുവിന്റെയും രൂപങ്ങളോടും ചിത്രങ്ങളോടും മറ്റും ആദരവ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് കൂടി അല്പം വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ചില ഉദാഹരണങ്ങളുടെ സഹായത്തോടെ ആരംഭിക്കാം. നിങ്ങളുടെ വല്യപ്പൻ, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി, ജീവിതത്തിന്റെ അവസാനത്തെ 10 വർഷക്കാലം
വടി കുത്തിപ്പിടിച്ചുകൊണ്ടാണ് നടന്നിരുന്നത് എന്ന് കരുതുക. ജീവിതകാലത്ത് അദ്ദേഹം ഇതിനായി ഒരൊറ്റ വടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ താനും. അങ്ങനെ വല്യപ്പച്ചൻ മരിച്ചു. അദ്ദേഹത്തിന്റെ വടി വീട്ടിൽ അനാഥമായി ഇരിപ്പുണ്ട്. സാധാരണഗതിയിൽ വെറും ഒരു ഉണക്കക്കമ്പ് കത്തിക്കുന്നത് പോലെ നിങ്ങൾ ഈ വല്യപ്പൻ ഉപയോഗിച്ചിരുന്ന വടി വെട്ടിക്കേറി അടുപ്പിൽ വെച്ച് കത്തിച്ചു എന്നിരിക്കില്ല. അതിന് നിങ്ങൾക്കൊരു മടി തോന്നും. കാരണം അത് വല്യപ്പൻ ഇത്രയും കാലം ഉപയോഗിച്ച ഒരു വടിയാണ്. വല്യപ്പനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ ആ വടി എടുത്ത് വീടിന്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മൂലയില് ചാരി വെച്ചേക്കാനാണ് സാധ്യത. ഇനി നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാക, അതിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാം. ദേശീയ പതാക എന്ന് പറയുന്നത് വെറും ഭൗതികമായി ചിന്തിക്കുമ്പോൾ 100 രൂപയോളം വില വരുന്ന ഒരു തുണിക്കഷ്ണമാണ്. എന്നാൽ ഈ ദേശീയ പതാകയെ നമ്മൾ അനാദരിച്ചു കഴിഞ്ഞാൽ പോലീസ് നമ്മുടെ പേരിൽ കേസെടുക്കും. ദേശീയ പതാക രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാരണം. ദേശീയ പതാകയെ ആദരിക്കുന്നത് രാജ്യത്തെ ആദരിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ദേശീയ പതാകയെ അനാദരിക്കുന്നത് രാജ്യത്തെ അനാദരിക്കുന്നതിനും തുല്യമാണ്. ഇനി നമ്മുടെ നാട്ടില് സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആളുകൾ മന്ത്രിയുടെ കോലം കത്തിക്കാറുണ്ട്. ഈ കോലം എന്ന് പറയുന്നത് കുറെ കമ്പും വൈക്കോലും തുണിയും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിന് മന്ത്രിയുടെ മുഖച്ഛായ ഉണ്ടെന്ന് മാത്രം. വാസ്തവത്തിൽ ഈ കോലം കത്തിക്കുന്നത് വഴി ആളുകൾ പ്രകടമാക്കുന്നത് മന്ത്രിയോടുള്ള പ്രതിഷേധമാണ്. കോലത്തെ അപമാനിക്കുന്നത് മന്ത്രിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം അത് ആ മന്ത്രി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ വിശുദ്ധരുടെ, യേശുവിന്റെയും മാലാഖമാരുടെയും ഒക്കെ രൂപങ്ങളുടെയും ചിത്രങ്ങളുടെയും കാര്യം ഇതുപോലെ തന്നെയാണ്. യേശു യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നയാളാണ്. വിശുദ്ധര് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നയാളാണ്. അതുപോലെ മാലാഖമാരും യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ രൂപങ്ങളും ചിത്രങ്ങളും ഈ ജീവിച്ചിരിക്കുന്ന മേൽപ്പറഞ്ഞ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. യേശുവിന്റെ ഒരു ചിത്രത്തെ ആദരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആദരിക്കുന്നത് സ്വർഗത്തിൽ ജീവനോടെ ഇരിക്കുന്ന യേശുവിനെ തന്നെയാണ്. നമ്മൾ യേശുവിന്റെ ഒരു രൂപത്തിൽ കൊണ്ടുപോയി ഒരു പൂമാല ചാർത്തുന്നു എന്ന് കരുതുക. യേശുവിനോടുള്ള സ്നേഹവും ആദരവും ആണ് നമ്മൾ ഈ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കുന്നത്. ഇനി തിരുശേഷിപ്പുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് കുറെ കൂടി ആഴമായ രീതിയിൽ ഒരു വിശുദ്ധനോ വിശുദ്ധയോ ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് കുറെ കൂടെ ആദരവോടെ അവയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം.